നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. നാളെ രാത്രി 12:30 ഇന്ത്യൻ സമയം, നാളെ രാത്രി മറ്റന്നാൾ പുലർച്ചെ 12:30 അർജൻറ്റീന സ്പെയിനുമായി ഏറ്റുമുട്ടുകയാണ് ലോകകപ്പിൻ്റെ ഫൈനലിൽ. തുടർച്ചയായി രണ്ടാമതും കപ്പ് നേടാൻ മെസ്സിക്ക് ഒരു കപ്പ് കൂടി, ലോക കിരീടം കൂടി നേടിക്കൊടുത്ത് അദ്ദേഹത്തിന് ലോകകപ്പുകളിൽ നിന്ന് വിടവാങ്ങാനുള്ളൊരു അവസരമുണ്ടാക്കാൻ വേണ്ടി അർജൻറ്റീന ആഞ്ഞ് കളിക്കുമെന്നുള്ളത് ഉറപ്പാണ്. സ്പെയിനാകട്ടെ 16 വർഷത്തിന് ശേഷം ഫൈനലിൽ എത്തുന്നത് ആഘോഷമാക്കാൻ ലോക കിരീടം കൊണ്ട് മടങ്ങൂ എന്ന നിലയിലാണ് സ്പെയിൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ടീമുകൾക്കിടയിൽ എന്താണ് വ്യത്യാസം? അതിൽ പ്രധാനമായ വ്യത്യാസം അർജൻറ്റീന കളിക്കുന്നത് ഇമോഷണൽ ഗെയിം ആണ് എന്നുള്ളതാണ്. അതേസമയം സ്പെയിൻ കളിക്കുന്നത് ക്ലിനിക്കൽ ഗെയിമാണ്. മാസ്റ്റർ ടാക്ടിഷ്യൻ ഫുയന്ത ആണ് അവരുടെ കോച്ച്. ടാക്ടിക്സ് ആണ്. മുഴുവൻ സമയം പന്ത് കയ്യിൽ വെച്ച് എതിരാളിക്ക് പന്ത് കൊടുക്കാതെ. നമ്മൾ ഫ്രാൻസിനെ കണ്ടതാണ്. ഫ്രാൻസിന് പന്തേ കിട്ടുന്നില്ല. കിലിയൻ എംബാപ്പയ്ക്ക് പന്ത് കിട്ടുന്നില്ല. ഡംബലേക്ക് പന്ത് കിട്ടുന്നില്ല. പന്ത് ഏതു നേരം സ്പെയിനിൻ്റെ കയ്യിലാണ്. അങ്ങനെ ക്ലിനിക്കലായി കളിക്കുന്ന സ്പെയിൻ. അതേസമയം ഇമോഷണൽ ഗെയിം, വൈകാരികമായ ഗെയിമാണ് അർജൻറ്റീന. എല്ലാ കാലത്തും കഴിഞ്ഞ ലോകകപ്പിൽ ഇമോഷണൽ ഗെയിമായിരുന്നു. ഇത്തവണ ഇമോഷണൽ ഗെയിമാണ്. മെസ്സി എന്ന മാന്ത്രികന് ചുറ്റും, മജീഷ്യന് ചുറ്റും കറങ്ങുന്ന അർജൻറ്റീന. ലോകത്തെ ഫുട്ബോൾ പ്രേമികളുടെ ഇമോഷനാണ് അർജൻറ്റീന. അതിനനുസരിച്ച് ഇമോഷണൽ ഗെയിം തന്നെയാണ്, വൈകാരികതയിലൂന്നിയ ഗെയിമാണ് അർജൻറ്റീന കളിക്കുന്നത്. ആ വൈകാരികതയിലൂന്നിയ ഗെയിമിന്, ക്ലിനിക്കൽ ഗെയിമിനെ മറികടക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം നമ്മൾ വൈകാരികമായി ചിന്തിച്ചിട്ട് കാര്യമില്ല. വൈകാരികമായി കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ക്ലിനിക്കലി കളിക്കുന്നവർക്കൊരു എഡ്ജുണ്ട് എപ്പോഴും. പക്ഷേ ഈ ടൂർണമെൻറ്റിലൊട്ടാകെ നമുക്കറിയാം, കഴിഞ്ഞ നോക്കൗട്ടിലെ 4 മത്സരങ്ങളും കാബോ വെർദയ്ക്കെതിരെ, ഈജിപ്തിനെതിരെ, സ്വിറ്റ്സർലൻഡിനെതിരെ, സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ എപ്പോഴും തിരിച്ചുവരവുകളായിരുന്നു. 4 കളിയിലും തിരിച്ചു വന്നാണ് ജയിച്ചത് അർജൻറ്റീന. അമ്മാതിരി കളിയാണ് കളിച്ചത്. അത്രമാത്രം നമ്മുടെയൊക്കെ രക്തത്തിലെ അഡ്രിനാലിൻ കൂട്ടുന്ന കളിയാണ് അർജൻറ്റീന. വൈകാരികമായിട്ടാണ് ഫുട്ബോൾ പ്രേമികൾ അർജൻറ്റീനയ്ക്കൊപ്പം നിൽക്കുന്നത്. സ്പെയിനിൻ്റെ കളിയെ ഇഷ്ടപ്പെടുന്നവർ അത് അവരുടെ ക്ലിനിക്കൽ ഫിനിഷിങ്ങിനെയും ക്ലിനിക്കൽ ഗെയിമിനെയും മാസ്റ്റർ ടാക്ടിക്സിനെയും ഇഷ്ടപ്പെടുന്നവരാണ്. വൈകാരികമായി ചിന്തിക്കുന്നവർ, പ്രത്യേകിച്ച് മലയാളികളൊക്കെ വൈകാരികമായിട്ടാണ് കൂടുതൽ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യക്കാർ, ഏഷ്യൻസ് വൈകാരികമായി ചിന്തിക്കുന്നവരാണെന്നാണ് പൊതുവെ പറയപ്പെടാറുള്ളത്. ആ വൈകാരികമായി ചിന്തിക്കുന്നവരെല്ലാം അർജൻറ്റീനയ്ക്ക് പിറകിൽ അണിനിരക്കുന്നു. മെസ്സി ആ മജീഷ്യന് ഒരു കിരീടം കൂടി കൊടുത്ത്, ലോക കിരീടം കൂടി നൽകി അദ്ദേഹത്തെ യാത്ര അയക്കണം എന്ന് വൈകാരികമായി നമ്മൾ ചിന്തിക്കുന്നു. വൈകാരികമായി ആ വൈകാരികതയ്ക്കനുസരിച്ച കളിയാണ് അർജൻറ്റീനയും കളിക്കുന്നത്. അതുകൊണ്ടാണ് പിറകിൽ നിന്ന് തിരിച്ചു വരുന്നത് ആ ഒരു ആത്മവിശ്വാസം. നമ്മൾ ഈജിപ്തിനെതിരെ കണ്ടു, മെസ്സിയുടെ ശരീരഭാഷ കണ്ടു. ഇമോഷണലായിരുന്നു കംപ്ലീറ്റ്. എങ്ങനെയും കയറി വരണം, എങ്ങനെയും തിരിച്ചടിക്കണം, ആ ഇമോഷൻ വെച്ചിട്ടാണ് കളിച്ചത്. ആ ഇമോഷൻ്റെ മുന്നിൽ പല ടാക്ടിക്സും ചിതറിപ്പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ആ ഇമോഷൻ ഗെയിം വെച്ചിട്ട് സ്പെയിനിൻ്റെ ടാക്ടിക്കൽ ഗെയിമിനെ, ക്ലിനിക്കൽ ഗെയിമിനെ അട്ടിമറിക്കാൻ കഴിയുമോ? അതാണ് ചോദ്യം. അത് ചിന്നിച്ചിതറിക്കാൻ, കഴിഞ്ഞ കളികളിലൊക്കെ ചെയ്ത പോലെ ചിന്നിച്ചിതറിക്കാൻ കഴിയുമോ? കഴിയുമായിരിക്കും അർജൻറ്റീനയ്ക്ക്. അങ്ങനെയാണ് മിക്ക ഫുട്ബോൾ പ്രേമികളും കരുതുന്നത്. എന്നാൽ സ്പെയിൻ എത്ര ക്ലിനിക്കൽ, എത്ര പ്രിസിഷനാണ്, അവർ കൃത്യതയോടെയാണ് കളിക്കുന്നത്. എത്ര ക്ലിനിക്കലായിട്ടുള്ള ഗെയിമാണ്, എത്ര ടാക്റ്റിക്കലായിട്ടുള്ള ഗെയിമാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ ഇതുവരെ കളിച്ച അർജൻറ്റീനയുടെ ഇമോഷണൽ ഗെയിം കൊണ്ട് കഴിയുമോ എന്നതാണ് ചോദ്യം. ആ ഇമോഷണൽ ഗെയിമിന്, ക്ലിനിക്കൽ ഗെയിമിനെ മറികടക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒട്ടേറെ മനുഷ്യരുണ്ട്. ആ മനുഷ്യരെയൊക്കെ നിരാശപ്പെടുത്താതെ സന്തോഷിപ്പിക്കാൻ മെസ്സിക്കും സംഘത്തിനും കഴിയുമോ? ഇതാണ് ചോദ്യം.